നമ്മുടെ പറമ്പിൽ ഒരു 5-6 മൂട് കോലിഞ്ചി നിപ്പുണ്ട്. അത് കിളച്ചെടുക്കുകയാണ് ഇന്നത്തെ പരിപാടി. ഇതാണ് കേട്ടോ കോലിഞ്ചി ചെടി. ഇതിന്റെ അടിയിലുള്ള ഇഞ്ചിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കിളച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സഹായത്തിന് ഒരു അച്ചാനെയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആകെ കാടും പടലും പിടിച്ച് കമ്പൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി. അപ്പോഴേക്കും അച്ഛൻ അത് കിളയ്ക്കാൻ പരുവത്തിന് ഒരുക്കിയെടുത്തു. അതിനിടയ്ക്ക് എനിക്ക് അവിടുന്ന് ഒരു കിളിയുടെ മുട്ടത്തോട് കിട്ടി കേട്ടോ. അങ്ങനെ അച്ഛൻ ചുവടൊക്കെ വൃത്തിയാക്കിയിട്ട് അത് കിളച്ചെടുക്കാൻ തുടങ്ങി. കിളച്ച് പുറത്തോട്ട് എടുക്കുന്ന കോലിഞ്ചിയെ തല്ലിക്കൊടഞ്ഞ് മണ്ണൊക്കെ മാറ്റിയെടുക്കുകയാണ് അമ്മ. മണ്ണ് കളഞ്ഞ് ഇഞ്ചി എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് അങ്ങ് കൂട്ടിയിട്ടു. ഞങ്ങളുടെ കൂടെ വലിയൊരു പണിക്കാരി ഉണ്ട് കേട്ടോ. ദേ ഇരുന്ന് കോലിഞ്ചി വരുന്നു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആ കൂട്ടിയിട്ട കോലിഞ്ചിയിൽ അധികമായിട്ട് നിൽക്കുന്ന തണ്ടുകളൊക്കെ വെട്ടിമുറിക്കുക എന്നുള്ളതാണ്. തണ്ടും കളഞ്ഞ് കൂട്ടിയിട്ടപ്പം സാധനം ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ വേരും കണ്ണും കൂടെ പോയി കഴിയുമ്പോൾ ഇതിലും കുറയും. ഉണങ്ങി കഴിയുമ്പോൾ ഇത് 1/3 ചുരുങ്ങും. അങ്ങനത്തെ കോലിഞ്ചെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുത്ത സെറ്റ് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി പാകമായി വരാൻ 2-3 കൊല്ലം പിടിക്കും. അങ്ങനെ നമ്മൾ എടുത്തിട്ട കോലിഞ്ചി എല്ലാം കൂടെ കുറേശ്ശെയായിട്ട് ചുമ്മി ഞാൻ മിറ്റത്ത് കൊണ്ട്. ഇനിയാണ് കേട്ടോ ഇതിന്റെ ശരിക്കുള്ള വൃത്തിയാക്കല്. വേരുകളൊക്കെ ചെത്തി കളഞ്ഞ് കണ്ണും കൂടെ ചെത്തിയാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇതിന്റെ വെയിറ്റ് ഇളക്കുന്നത് തിലാം കണക്കിനാണ്. 11 കിലോയാണ് ഒരു തിലാം. ഇപ്പോഴത്തെ ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എനിക്ക് കൃത്യമായി അറിയില്ലെങ്കിലും ഒരു തിലാമിന് ഏകദേശം 800-900 രൂപയിൽ കുറയാതെ കിട്ടും. ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ കാത്തിരിക്കുക തന്നെ.